ഇന്ന് എൻ്റെ ഉമ്മൻ്റെ വക മുല്ലപ്പൂ കറി എന്നറിയും. നമ്മൾ അരിപ്പൊടിയില്ല, വറുത്ത അരിപ്പൊടിയാട്ടോ ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു കപ്പിന് ഒരു 4 കപ്പ് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള റെസിപ്പി ഉമ്മാണ് ചെയ്യുക. ഞാനൊന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുള്ളൂ. എനിക്ക് വലിയ പിടുത്തമില്ല അതെങ്ങനെ ആക്കാന്നുള്ളത്. ഇത് 100 ഡിഗ്രിയിൽ നല്ലോണം ബോയിൽ ചെയ്ത വെള്ളമാണ്. ഇതിലേക്ക് കുറച്ച് ഈ കപ്പ് വെള്ളം കുറച്ച് മതി വെച്ചാൽ മതി. പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണം മാവ് കുഴച്ചെടുക്കാൻ കേട്ടോ. ഇത് പൊടി, ഇത് തമ്മിൽ ഒട്ടാതെ വെക്കാനും വേണ്ടിയിട്ടാണ്. അത് ഓയിൽ തൊട്ടിട്ട് ഓരോന്ന് ഉറ്റല്ലാത്ത പൊടി വിതറുക. പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ പോലപ്പം തേങ്ങാപ്പാലൊന്നല്ല ഒഴിക്കുക. തേങ്ങ നല്ലോണം അമ്മീമേല അരിച്ചിട്ട് അത് മിക്സിയിൽ ഇതൊന്നും ഇല്ലാലോ. ഇനി ഒറ്റിയ എന്നെ പോലെ തന്നെ ഉണ്ട് ഗുഡുമണി. ഞാനും ഉമ്മയും ഒരുവിധം എത്തിച്ച് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് 3 ഗ്ലാസ് വെള്ളം. 3 ഗ്ലാസ് വെള്ളം നിങ്ങൾ അളക്കുന്നില്ല? അതിലേക്ക് ശർക്കര എത്ര ഇടൂ? 2 മതിയോ? ശർക്കര ഇട്ടിട്ട് ഈ വെള്ളം ഒന്ന് പതിപ്പിച്ചെടുക്കൂലേ? എന്നിട്ട് അരിച്ചെടുക്കണ്ടേ? അപ്പൊ പഴം ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇത് ഏത് സ്റ്റേജിലാണ് ഇടേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഉണ്ടാക്കിയ ഈ ശർക്കര വെള്ളം ഒന്ന് അരിച്ചെടുക്കട്ടോ. അതിലേക്ക് ഇത് കുറച്ചായിട്ട് ഇടാൻ പറ്റുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് ഇടാൻ പാടില്ല അല്ലേ? ഒരു 2 മിനിറ്റ് ഒക്കെ ഇട്ടാൽ മതി. 2 മിനിറ്റും വേണ്ട, ഒരു 10-15 സെക്കൻഡ് ആകുമ്പോഴത്തേ അടുത്ത ട്രിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് വെന്തെന്ന് കണ്ടാല് അങ്ങനെ കുറച്ച് ഓരോരോ ബാച്ചായിട്ട് ഇടട്ടോ. ശർക്കര പാനിയും കുറച്ചൊരു കുറവുണ്ട് എന്ന് കണ്ടാല് നമ്മൾ പിന്നെ ഉള്ളത് കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അരിപ്പൊടി ഇതിലിങ്ങനെ കാണാം. ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇവര് തമ്മിൽ പരസ്പരം ഒട്ടാതെക്കാനും വേണ്ടിയിട്ടാട്ടോ അരിപ്പൊടി. അപ്പൊ അത് ഇതിലേക്ക് ഇടുന്ന സമയത്ത് ലാസ്റ്റിലേക്ക് നമ്മൾ അതിൽ നിന്നും പൊടി ഇല്ലാതെ എടുക്കണേ. ഈ സ്റ്റേജ് എത്തുന്ന സമയത്ത് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം എല്ലാം വെന്തിക്കണം കേട്ടോ. ഈ പാല് വേണോ? ഇത് ഒന്നെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുക അല്ലെങ്കിൽ പാലൊഴിക്കുക. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേന്ത്രപ്പഴം ആഡ് ചെയ്യാം. വേവിച്ച് വെച്ച നേന്ത്രപ്പഴം. പരിപാടികളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് മിൽക്ക് മേഡ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങള് മിൽക്ക് മേഡ് ആഡ് ചെയ്താലാണ് ഇതിന്റെ കറക്റ്റ് ടേസ്റ്റ് വരാം. അപ്പൊ നോക്കിട്ട് മധുരത്തിനനുസരിച്ചിട്ട് മിൽക്ക് മേഡ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പഞ്ചാരയൊന്നും വേണ്ട.